ഇനി നമ്മൾ ന്യൂസ് 3-ലെ ഇന്നത്തെ വിഷയത്തിലേക്കും അതിഥിയിലേക്കും കടക്കുകയാണ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതത്വമില്ലാത്ത, സ്വന്തം രക്ഷിതാക്കളുടെ അടുത്തുപോലും അവർക്ക് സുരക്ഷയില്ലാത്തൊരു സാഹചര്യത്തെക്കുറിച്ച്, അതിൻ്റെ മാനസിക വശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ അപ്പോൾ നമുക്കതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഒക്കെ വളരെ നേർത്ത വരകൾ നമ്മൾ എങ്ങനെ പാലിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഭേദിക്കും എന്നതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന വിഷയങ്ങൾ. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഓരോ ദിവസവും എത്രമാത്രം സുരക്ഷിതരല്ലാതെയാണ് സ്വന്തം വീടുകളിൽ കഴിയുന്നത് എന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. 3.5 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞാണ് അടുത്ത ബന്ധുവിൻ്റെ പീഡനത്തിനിരയായത്. കൊന്നത് സ്വന്തം അമ്മയാണ്. ചേർത്തലയിൽ രണ്ടാനച്ഛൻ തല്ലിച്ചതച്ചത് 5 വയസ്സ് മാത്രം പ്രായമുള്ള UKG വിദ്യാർത്ഥിയാണ്. കണ്ണൂരിൽ അച്ഛനാണ് 8 വയസ്സുകാരിയെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പലതും വീട്ടിൽ പോലും പറയാൻ മടിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ അടുത്ത് പോലും കാര്യങ്ങൾ പറയാൻ മടിക്കുന്നു. സ്കൂളുകളിലെ കൗൺസിലിങ്ങിലാണ് പലപ്പോഴും ഇതൊക്കെ പുറത്തു വരുന്നത്. അധ്യാപകർക്കും ബാലാവകാശ പ്രവർത്തകർക്കും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ വലിയ റോളുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇക്കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാലാവകാശ കമ്മീഷൻ മുൻ അംഗവും ബാലാവകാശ പ്രവർത്തകനുമായ നസീർ ചാലിയം, ഒപ്പം അധ്യാപികയായ ഡോക്ടർ KS രേണുക ജ്യോതി എന്നിവരാണ് നമ്മളോടൊപ്പം ഇന്ന് ന്യൂസ് 3-ൽ ചേരുന്നത്. വളരെ സന്തോഷത്തോടെ സ്വാഗതം ശ്രീ നസീർ ചാലിയം, ഒപ്പം ഡോക്ടർ രേണുക ജ്യോതി. ശ്രീ നസീർ ചാലിയം, ഇന്നലെ നമ്മൾ അതിഥിയായി ഒരു സൈക്കോളജിസ്റ്റും MG കോളേജിലെ മുൻ പ്രിൻസിപ്പലും ഒക്കെയാണ് അതിഥിയായി വന്നത്. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക അതായിരുന്നു. അതായത് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് എന്ത് സംവിധാനമാണ് ഉള്ളത്? ഇപ്പോൾ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാൻ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ച് എൻ്റെ പാരൻറ്റിനെ ആവശ്യമില്ലാതെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ സത്യത്തിൽ നമ്മുടെ പ്രശ്നം ഈ കുടുംബത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നു ചെല്ലാനുള്ളൊരു പ്രശ്നമുണ്ട് എല്ലാവർക്കും. അച്ഛൻ മകളെ തല്ലിയാൽ, അല്ലെങ്കിൽ അമ്മ മകനെ തല്ലിയാൽ അതെങ്ങനെ നമ്മൾ ഇടപെടും? ഇതിലെവിടെ വെച്ചാണ് നമുക്ക് ഇടപെടാൻ കഴിയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ സമൂഹം എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്? നമ്മൾ പല സമയങ്ങളിലായി ഈ കാര്യം ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഏത് സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും ആ കുട്ടിയുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് നിയമവ്യവസ്ഥ. അത് ആ കുട്ടി വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ കുട്ടി സ്കൂളുകളിലാണെങ്കിലും, അവർ സഞ്ചരിക്കുന്ന മറ്റ് ഇടങ്ങളിൽ എവിടെയായാലും കുട്ടികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടാവുമ്പോൾ അത് അതാത് മേഖലകളിലെ വ്യത്യസ്ത തലങ്ങളിലൂടെ അതിനെ അഡ്രസ് ചെയ്ത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. അപ്പൊ പലപ്പോഴും ഈ വീടുകളിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ പലപ്പോഴും പുറത്ത് അറിയാത്ത സാഹചര്യങ്ങളാണെന്നുള്ളത്. സ്വാഭാവികമായും കുറെ പരിമിതികളുണ്ട്. ഒരു വീട്ടിൽ അച്ഛന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്ന്, വീട്ടിലെ മറ്റു ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ കുട്ടികൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്, പുറം ലോകം അറിയുന്നത് പലപ്പോഴും സ്കൂൾ കൗൺസിലിങ്ങിലൂടെയാണ്. ഇങ്ങനെ സ്കൂളുകളിൽ വരുന്ന കുട്ടികളാകുമ്പോൾ, അല്ലെങ്കിൽ അംഗൻവാടികളിൽ പോകുന്ന കുട്ടികളാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് അവരുടെ വീട് കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഒരു പ്ലേസ് ആണ് ഇത്തരം സ്ഥാപനങ്ങൾ. അപ്പൊ ആ വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ നേരിടുന്ന മറ്റ് പ്രയാസങ്ങളൊക്കെ അവർക്ക് അവരുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകൾ ഇവർ കഴിഞ്ഞാൽ അവർക്ക് തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വരുന്നത് സ്കൂൾ കൗൺസിലിംഗ് സംവിധാനത്തിലൂടെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനം വേണ്ടത്ര കാര്യക്ഷമമല്ലെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ പലപ്പോഴും ഇങ്ങനെ ഈ സ്കൂൾ കൗൺസിലർമാരോട് കുട്ടികൾ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ തുറന്നു പറയുന്ന ശേഷമുള്ള നടപടികളിലും, അതോടൊപ്പം തന്നെ അത് എങ്ങനെ അഡ്രസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളിലൊക്കെ മറ്റൊരു പ്രധാന പ്രശ്നം, ഒരു നിർബന്ധിതമായി നമുക്ക് ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നതായി പ്രഥമദൃഷ്ട്യാ കാണുകയോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്നത്. ഇപ്പൊ പല സ്കൂളുകൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യക്ഷേമ വികസന സംവിധാനം മുഖേനയുള്ള കൗൺസിലേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്കൂളുകളിലും, കേരളത്തിലെ മൊത്തം സ്കൂളുകളിലും ഈ കൗൺസിലിംഗ് സംവിധാനം പൂർണ്ണമായി നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ പ്രയാസങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, കാരണം വീടുകൾ കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു അഭയകേന്ദ്രമാണ് സ്കൂളുകൾ. അങ്ങനെ ആ ഒരു കൗൺസിലിംഗ് സംവിധാനം കൂടുതൽ എഫക്റ്റീവായി, കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ട് കുട്ടികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കേട്ട് അതിന് നിയമ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് ശ്രീ അഡ്രസ് നസീർ ചെയ്യാൻ ചാലിയം, പറ്റിയ ഒരു സംവിധാനമാണ് ചെറിയ നമ്മുടെ രീതിയിലുള്ള സിവിൽ ഒരു സൊസൈറ്റിക്കെതിരുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് ചിലപ്പോൾ വരുന്നുണ്ട്. ഞാൻ ഇടപെടുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. തുടർന്നോളൂ. അതോടൊപ്പം തന്നെ ഈ കൗൺസിലിംഗ് പല കേസുകളും പല സ്കൂളുകളിലും എഫക്റ്റീവായി കൗൺസിലിംഗ് സംവിധാനം നടക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആര് എന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗത്തിനും അതിൽ റോളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജാഗ്രതാ സമിതികൾ, പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികൾ, അതോടൊപ്പം തന്നെ നോൺ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വ്യത്യസ്ത തരത്തിലുള്ള കൂട്ടായ്മകൾ. ഇപ്പൊ നേരത്തെ ഈ റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ മറ്റ് ഈ കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം തന്നെ ഗ്രാസ് റൂട്ട് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. അത്തരം സംവിധാനങ്ങളെ കൂടി കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തുക. ശരി, ഡോക്ടർ രേണുക, ഇപ്പം അദ്ദേഹം പറഞ്ഞു ഇതെങ്ങനെയൊക്കെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അറിയേണ്ടത് എത്രത്തോളം നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു ശൃംഖല എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, വളരെ അടുത്ത സുഹൃത്തുക്കളായ അധ്യാപകരിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്, പലപ്പോഴും അധ്യാപകർ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ആദ്യം തിരിച്ചറിയുക. അവരുടെ മുന്നിൽ വന്നിരിക്കുന്ന കുഞ്ഞിലുണ്ടാവുന്ന മാറ്റം അറിയാൻ പ്രാപ്തരായ അധ്യാപകരുണ്ട്, പക്ഷെ അങ്ങനെ അല്ലാത്തവരും നിരവധിയുണ്ട്. അവരുടെ ഫ്രസ്ട്രേഷൻ പോലും കുട്ടികളിൽ വന്ന് തീർക്കുന്ന തരം അധ്യാപകരുണ്ട്. എല്ലാ മനുഷ്യന്മാരിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അധ്യാപകരും വ്യത്യസ്തരോ വ്യതിരിക്തരോ ഒന്നും അല്ലല്ലോ, അവർക്കുമുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ. പക്ഷേ അപ്പോഴും നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളിൽ എന്ത് മാറ്റവും അധ്യാപകർക്ക് തിരിച്ചറിയാൻ പറ്റേണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയുന്നു, അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിൻ്റെ കെട്ടുപാടിനുള്ളിലേക്ക് കടന്നു ചെന്ന് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ അധ്യാപകർക്ക് എത്രത്തോളം കഴിയാറുണ്ട്? അത് കൃത്യമായ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഇങ്ങനെ ഒരു, ഇപ്പം ഇന്നലത്തെ കാര്യം തന്നെ നോക്കാം. ചേർത്തലയിലുണ്ടായ സംഭവത്തിൽ ഞങ്ങൾ ഇന്നലെ പറയുകയായിരുന്നു വൈകിട്ട്, ആ കുഞ്ഞ് ഈ പ്രശ്നങ്ങളുണ്ട്, അച്ഛൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് തിരിച്ചു പോകുന്നത് അവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഉണ്ടാക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് എത്രത്തോളം ആ സിസ്റ്റത്തിനുള്ളിലേക്ക് ചെല്ലാനും അതിൽ അവരെ സുരക്ഷിതരായി നിർത്താനും, നമ്മുടെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് സുരക്ഷിതരാക്കി നിർത്താനും എത്ര കണ്ട് പറ്റാറുണ്ട്? അല്ല, അതിപ്പോ ഒരു വീട്ടിലാണ് ഒരു കുട്ടിക്ക് പ്രയാസം, ഏതെങ്കിലും ശ്രീ നസീർ, ഡോക്ടർ രേണുകയോടായിരുന്നു ചോദ്യം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അതെ, അപ്പോഴൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ സമകാലീനമായി നിൽക്കുന്ന പ്രശ്നം ഒരു 3.5 വയസ്സുകാരി നേരിട്ട വളരെ ദുരന്തം ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാ സ്കൂളുകളിലും മെന്റേഴ്സ് ഉണ്ട്. അതായത് മെന്റർ എന്ന് പറയുന്നത് കുട്ടിയുടെ ക്ലാസ് ടീച്ചർ തന്നെയാണ് ആ കുട്ടിയുടെ മെന്റർ. അപ്പൊ ആ കുട്ടിക്ക് അപ്പൊ 1, 2, 3, 4 ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളില് കുട്ടികളെ അറിയുക എന്നുള്ളതാണ് അധ്യാപകർ ആദ്യം ചെയ്യേണ്ട നടപടികൾ. കുട്ടികൾ എന്താണ്, അവരേത് സാഹചര്യത്തിലാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, അവരുടെ രക്ഷിതാക്കൾ ആരാണ്, അവരുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായിട്ട് ക്ലാസ് ടീച്ചർക്ക് അറിയാവുന്നതാണ്, അല്ലെങ്കിൽ അറിയേണ്ടതാണ്. സാധാരണ സ്കൂളുകളിൽ ഓരോ കുട്ടിക്കും ഓരോ പേജ്, നമ്മളൊരു പുസ്തകം എടുത്തിട്ട് അഡ്മിഷൻ വരുന്ന കുട്ടിക്ക് ക്ലാസ് ടീച്ചർ ഒരു പേജ് ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട്. മാറ്റിവെച്ച് ആ കുട്ടിയുടെ വീട് എവിടെയാണ്, വീട്ടിലേക്കുള്ള വഴി എവിടെയാണ്, വഴി കുട്ടികൾക്ക് എളുപ്പം പോവാൻ പറ്റുന്ന വഴികളാണോ, അതോ ആരെങ്കിലുമൊക്കെ മാറി നിന്ന് കുട്ടികളെ ഉപദ്രവിക്കാൻ തരത്തിലുള്ള വീടുകളുണ്ടോ, അത്തരത്തില് നല്ല ഒരു അടുക്കും ചിട്ടയോടും കൂടി ടീച്ചേഴ്സ് ഈ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചേഴ്സിന് അവരുടേതായ ഫ്രസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വേണ്ട വിധത്തിൽ നോക്കാനായിട്ട് ടീച്ചർമാർക്ക് പലപ്പോഴും കഴിയാത്തൊരു സാഹചര്യവും ഉണ്ട് എന്നുള്ളത് മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ BRCകളിൽ നിന്നും ട്രെയിനർമാര് ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരുന്നുണ്ട്. അവർ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്.
മാത്രമല്ല ഇപ്പൊ ഹെൽത്തിൽ നിഷ്കളങ്കരായ കുട്ടികളാണ്. അവര് എല്ലാ കാര്യങ്ങളും ആരോട് വേണമെങ്കിലും പറയും. അപ്പൊ ഇപ്പൊ പുറത്തുനിന്ന് നേഴ്സുമാരൊക്കെ വന്ന് കുട്ടികളെ അവര് ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അവർക്ക് മാനസികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് കൂടി അതിൽ നിന്നും അവര് വീക്കായ കുട്ടികളുടെ പ്രശ്നങ്ങള്, സംസാരിക്കാത്ത കുട്ടികളുടെ പ്രശ്നങ്ങള്, ഇൻട്രോവേർട്ടായി നിൽക്കുന്ന കുട്ടികളുടെ പ്രശ്നങ്ങള്, ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്താനും ക്ലാസ് ടീച്ചറെ വിളിച്ച് ചോദിക്കാനും വേണമെങ്കിൽ രക്ഷിതാക്കളെ വിളിച്ച് ചോദിക്കാനും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ കേരള സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് പലപ്പോഴും വേണ്ടത്ര അതിന്റെ ഒരു ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ വിഷയങ്ങൾ മാറി മാറി വരുന്ന വിഷയങ്ങളൊക്കെ നമ്മളെ സൂചിപ്പിക്കുന്നത്. അത് രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഏറ്റവും ഉചിതമായ രീതിയിൽ അതിനെ നോക്കി കാണുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് എടുത്ത് ഇടപഴകുകയാണെങ്കിൽ ആ പ്രശ്നം ഒരു 99% നമുക്ക് തന്നെ മാറ്റി നിർത്താവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. ഞാൻ അവിടെ സ്കൂളിലെ പ്രോഗ്രാം ഓഫീസറാണ് NSSന്റെ. അപ്പൊ നമ്മൾ ഓരോ കുട്ടിയെയും നമ്മൾ നേരിട്ട് ആ കുട്ടിയെ നമ്മൾ അറിയുന്നുണ്ട്. ഞാനൊക്കെ ഒരു കുട്ടിക്ക് ഒരു പേജ് തന്നെ വെച്ചിട്ടുണ്ട്, ഒരു ഡയറി എടുത്ത് ഓരോ വർഷത്തെ കുട്ടികൾ പുതുതായി വരുമ്പോഴും അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും ഉൾപ്പെടെ ഒരു ഡയറി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡയറിയിൽ നമ്മൾ സമയം കിട്ടുമ്പോൾ ആ കുട്ടികളുമായിട്ട് സംസാരിക്കുകയും അപ്പൊ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ രേഖപ്പെടുത്തി വെക്കുക മാത്രമല്ല, പിന്നീട് നമ്മൾ പ്രിൻസിപ്പളുമായി ഡിസ്കസ് ചെയ്ത് അതിന് എങ്ങനെയാണോ നമ്മൾക്ക് ഒരു സമാധാനം കൊടുക്കാൻ പറ്റുക ആ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അധ്യാപകർക്ക് ചെയ്യാനാവും. അതിന് തരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ എല്ലാം തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ നടന്നു പോവേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് മാത്രമാണ് ഇത്തരം സംഭവങ്ങൾക്ക് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് ഈ സംവിധാനം ഇത്ര കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ തന്നെ പറയുന്നുണ്ട്. സംവിധാനമുണ്ട്, കൃത്യമായ സംവിധാനമുണ്ട്. പക്ഷെ ആ സംവിധാനത്തിലേക്ക് എത്തും മുൻപ് ഇപ്പൊ ഈ ഒരു കേസല്ല, UKG വിദ്യാർത്ഥിയായ 5 വയസ്സുള്ള കുട്ടി ചേർത്തലയിൽ, 3.5 വയസ്സുള്ള അംഗൻവാടിയിൽ പോകുന്ന കുട്ടി അതിനു മുൻപ് നമ്മൾ തിരുവാങ്കുളത്ത്, ഇപ്പം 8 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇവർക്കൊന്നും കാര്യങ്ങൾ പറയാൻ പോലും പ്രായമായിട്ടില്ല. ഈ 3.5 വയസ്സുള്ള കുട്ടി 1.5 വർഷത്തോളം, 4 വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ളൂ, 1.5 വർഷത്തോളം പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ചങ്ക് പിടഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഓക്കെ, സ്കൂളിലെത്തിയാൽ ഇങ്ങനെ പരിഹരിക്കാം. സ്കൂളിലെത്തിയിട്ടില്ല, അതിനു മുമ്പുള്ളൊരു സംവിധാനം. അതിനു മുമ്പുണ്ടായ ഒരു സംഭവം, ഒരു കുഞ്ഞിനെ, 4 വയസ്സുള്ള കുഞ്ഞിനെ അമ്മ കിണറ്റിലെറിഞ്ഞു. കുഞ്ഞ് തന്നെ പറയുന്നു അമ്മയാണ് കിണറ്റിലെറിഞ്ഞത്. ആ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഈ നേരത്തെ ശ്രീ നസീർ ചാലിയം പറഞ്ഞതുപോലെ നമുക്ക് അധ്യാപക സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര കൃത്യമായ ഇടപെടലുണ്ട്. പക്ഷേ അതിനു മുമ്പുള്ളൊരു ഇടപെടൽ വേണം. ശ്രീ നസീർ ചാലിയം, അതിനു മുമ്പുള്ള ഇടപെടൽ എങ്ങനെ സാധ്യമാണ് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അവർക്ക് അവകാശമുണ്ട് എന്ന് മനസ്സിലാവാൻ പോലും പ്രായമില്ലാത്ത കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് നിലപാടെടുക്കുക? അതാണ് ആ കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായി അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അതിൽ നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ, വാർഡ് തലങ്ങളിലൊക്കെ ഉള്ള NGOസിന്റെ ഇടപെടൽ നമ്മൾ സജീവമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഇപ്പൊ ഞാൻ നേരത്തെ കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിരവധി നിർദ്ദേശങ്ങൾ സർക്കാരിന് കൊടുക്കുകയും അതനുസരിച്ചുള്ള ഉത്തരവുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വാർഡ് ജാഗ്രതാ സമിതികൾ അവർ നിരന്തരമായി വീടുകളുമായി സമ്പർക്കം പുലർത്തണം. പ്രത്യേകിച്ച് ഏതെങ്കിലും നമുക്ക് പിന്നെ ഈ അവരുടെ ചില റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ അതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായതുകൊണ്ട് ഒരു സാധാരണ കുടുംബങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കയറി ചെന്ന് പിന്നെ അതിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ അത് അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ വണറബിൾ ആണ് ആകാൻ സാധ്യതയുള്ള വീടുകളിൽ അത്തരം കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായ ഒരു ശ്രദ്ധ ചെലുത്തി നിരന്തരം അവരുമായി ഇന്ററാക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ട്രൈബൽ മേഖലകളിലെ ലയങ്ങളിലൊക്കെ സന്ദർശിച്ച സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാര്യമുണ്ടായിരുന്നു. ഇപ്പൊ പലപ്പോഴും ഒരു രക്ഷിതാക്കൾ ജോലിക്ക് പോകും, കുട്ടികൾ പകൽ സമയത്ത് ചെറിയ കുട്ടികളടക്കം 3-4 വയസ്സുള്ള കുട്ടികളടക്കം വീടുകളിലാണ്. അവർ അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ ഇത്തരം മേഖലകളിൽ ജാഗ്രതാ സമിതികൾക്ക് വളരെ സജീവമായി ഇടപെടാൻ കഴിഞ്ഞു.
അത്തരം വീടുകളിൽ ഒരു കാഷ്വലായ വിസിറ്റ്, കാഷ്വലായി അവർ സന്ദർശിക്കുന്നു. അപ്പൊ അങ്ങനെ ഇടപെടുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ വീടുകളിൽ കുട്ടികൾ സുരക്ഷിതരാണോ, ഇതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് കുട്ടികൾക്ക് ഏതെങ്കിലും സംഭവിക്കേണ്ടത്. തരത്തിലുള്ള ഇത് പ്രയാസങ്ങൾ കൃത്യമായ വളരെ കൃത്യമായി ഇങ്ങനെയാണ് നടക്കേണ്ടത്. പക്ഷെ അത് നടക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ആ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു എന്ന് പറഞ്ഞ സംഭവത്തിൽ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറയുന്നു അവിടുന്ന് സ്ഥിരമായി കരച്ചിൽ കേൾക്കാറുണ്ട്, ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയാണ് പോവാറുള്ളത്. ഇതൊക്കെ ഇവർക്ക് അറിയാം. പക്ഷേ ഇവരാരും ഈ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറല്ല. അച്ഛൻ കുഞ്ഞിനെ തല്ലി, ഞാൻ എൻ്റെ കുഞ്ഞിനെയാണ് തല്ലുന്നത്, നീ ആരാണ് ചോദിക്കാനെന്ന ചോദ്യം വരുമോ എന്ന് ഭയന്നിട്ടാണ് പലപ്പോഴും നമ്മൾ അതിൽ ഇടപെടാത്തത്. അപ്പൊ ഈ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു ഉറപ്പുവരുത്തണ്ടേ? അല്ല, തീർച്ചയായും വേണം. കാരണം ഒരു സിവിൽ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട്. അപ്പൊ ഇത്തരം ഒരു പ്രശ്നം അവരെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളെയോ ഇവർ അറിയിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയൊരു ബാധ്യതയാണ്, ചുമതലയാണ്. കാരണം ഒരു സർക്കാർ സംവിധാനം അല്ലെങ്കിൽ ഒരു ലോ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ചിത്രത്തിലേക്ക് വരുമ്പോൾ രക്ഷിതാക്കളുടെ സമീപനത്തിൽ മാറ്റം വരും. അല്ലെങ്കിൽ ആരാണോ കുട്ടികൾക്ക് നേരെ അബ്യൂസ് നടത്തുന്നത്, അവർക്കെതിരെ ടോർച്ചർ നടത്തുന്നത്, അവരുടെ ഒരു സാധാരണ ആളുകൾ വരുമ്പോൾ അവരുണ്ടാക്കുന്നത് പോലെയല്ല സമീപനമാകില്ല. ഒരു പോലീസോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഉദ്യോഗസ്ഥരോ വരുന്ന സമയത്ത് അത്തരമൊരു സമീപനമാകില്ല സ്വീകരിക്കുക. അപ്പൊ അങ്ങനെ ഒരു തരത്തിലും അനുസരിക്കാത്ത, നമുക്ക് ആദ്യം തന്നെ അവരെ നിയമ നടപടിയിലേക്ക് പോകണ്ട. കാരണം പക്ഷേ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായ FIR അടക്കമുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അടക്കമുള്ള സംവിധാനം വേണം. പക്ഷേ ഇങ്ങനെ നമ്മളൊരു വീട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവിതം അവരെങ്ങനെ നമുക്ക് സുരക്ഷിതമാകാൻ പറ്റും എന്നുള്ളത് ആ പഞ്ചായത്ത് തല കമ്മിറ്റികൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ അത് പഠിച്ച് അതിന് വേണ്ട നടപടികൾ അവരുടെ നേതൃത്വത്തിലാണ് കൈക്കൊള്ളേണ്ടത്. തീർച്ചയായും കുട്ടികൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രൂവൽറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ശരി, ഞാൻ അങ്ങയിലേക്കും ഡോക്ടർ രേണുകയിലേക്കും മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള. വളരെ പെട്ടെന്ന് നമുക്ക് സ്കൂൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ 2 മാസത്തെ വെക്കേഷനൊക്കെ ശേഷം കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും, അവരുടെ ഉള്ളിൽ നല്ലതും മോശവുമായ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ഒരു സ്കൂൾ തുറക്കാൻ കൂടി പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഈ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവത്തോടെ കാണാം എന്നുള്ളതിലേക്ക് നമുക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ രേണുക, സ്കൂൾ തുറക്കാൻ പോവാണ്. ഇനി ഒരാഴ്ച കഷ്ടിയുള്ളൂ സ്കൂൾ തുറക്കാൻ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്കൊക്കെ വെക്കേഷൻ എന്നൊക്കെ കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷേ മനസ്സിൽ ഒരുപാട് ഭാരമായിട്ടാവും വരുന്നത്. അപ്പോൾ ഈ അധ്യാപകരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വൾണറബിളായ മനുഷ്യന്മാരൊക്കെയാണ്. എങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനും അവർക്ക് ഇമോഷണലും അല്ലാതെ, ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിൽ നമുക്ക് അവരിൽ ഉണ്ടാവുന്നത് ഒരു പക്ഷേ വേറെ തരം പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഒരു ഹൈസ്കൂൾ തലത്തിൽ മറ്റ് ചിലതായിരിക്കും. ഇതൊരു പ്രശ്നമാണ് എന്ന് ആ കുഞ്ഞിന് തന്നെ മനസ്സിലാവേണ്ടതുണ്ട്. അതൊരു കൃത്യമായ ഒബ്സർവേഷനിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ സ്കൂൾ തുറക്കുമ്പോൾ അധ്യാപകരുടെ ഭാഗത്ത്, കുട്ടികളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവേണ്ട ഒരു സമീപന മാറ്റം ഇത്തരം വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്താണെന്നാണ് ടീച്ചർക്ക് തോന്നുന്നത്? സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളോട് നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകണം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറെ കുട്ടികൾക്ക്, അതായത് 99% കുട്ടികൾക്കും സ്കൂൾ അടയ്ക്കുക എന്ന് പറയുന്നത്, വെക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആനന്ദകരമായ വസ്തുതയാണ്. പറഞ്ഞ പോലെ തന്നെ അത് ഏറെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ സ്കൂൾ അടയ്ക്കുമ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ട കുട്ടികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു 0.1% കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളെ നേരിട്ട് കുട്ടികളോട് ഇടപഴകുക, അധ്യാപകർ കൂടുതൽ ഇടപഴകണം. കുട്ടികളുടെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ മറ്റു കാര്യങ്ങൾ, ഏതെങ്കിലും ട്യൂഷനോ അത്തരത്തിലുള്ള എന്റർടൈൻമെന്റുകളോ എന്താണ് ഉണ്ടായത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളോട്, കുട്ടികളോട് ടീച്ചർമാർ കൂടുതൽ ചോദിച്ചറിയണം. അതായത് ഒരു +2 എത്തിയ കുട്ടി അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ എത്തിയ കുട്ടിക്ക് ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു നേരല്ലാത്ത രീതിയിൽ ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചൈൽഡ് അബ്യൂസ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് വളരെ ശക്തമായി തിരിച്ചടിക്കാനും പറയാനും പ്രവർത്തിക്കാനും കഴിയും. പക്ഷെ അതുപോലെയല്ല ഒരു 3.5 വയസ്സ്, 4 വയസ്സ്, 4ാം ക്ലാസ് വരെയുള്ള കുട്ടികള്. അവർക്ക് എല്ലാവരും അവരുടെ കൂട്ടുകാരാണ്, എല്ലാവരും അവരുടെ അച്ഛനും അമ്മയുമാണ്. അങ്ങനെയാണ് അവർ കാണുന്നത്. ഇപ്പോ ഈ മൂഴിക്കുളം ഉണ്ടായ ആ ഒരു പ്രവർത്തനം, സ്വന്തം ചെറിയച്ഛൻ, അച്ഛന്റെ അനിയനാണ് അത് ചെയ്തിട്ടുള്ളത്.
അച്ഛനെ പോലെ തന്നെയാണ് ആ കുട്ടി അച്ഛന്റെ അനിയനെയും കാണുന്നുണ്ടാവുക. അപ്പൊ ആ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ ഒരു പക്ഷേ പറ്റിയിട്ടുണ്ടാവില്ല. കുട്ടികൾക്ക് ഈ തരത്തിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ല. ആ കുട്ടിക്ക് അത് എന്താണെന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി വികാസം നമ്മുടെ ഈ ചെറിയ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അത്തരത്തില് അംഗൻവാടിയിൽ അടക്കം പോകുന്ന കുട്ടികളോട് അംഗൻവാടി ടീച്ചർ, ഹെൽപ്പർ അവര് ചോദിച്ച് മനസ്സിലാക്കണം. ഈ ഏറെ പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഏറെ നടക്കാനുള്ള ഒരു സാഹചര്യം, ഒരു മേഖല എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയാണ്. ഇപ്പൊ ഈ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് ഇത്തരത്തിൽ പെരുമാറുകയും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അച്ഛനോടോ അമ്മയോടോ വേണ്ടപ്പെട്ടവരോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം കൊല്ലും എന്നുള്ള ഭീഷണി വരെ ഈ ചെറിയ കുട്ടികൾ കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അവര് അതിന്റെയൊക്കെ പേടിയാലായിരിക്കാം ഇത് ഇത്രയും കാലം പറയാതെ മാനസികമായ വളരെ വിഷമങ്ങൾ ഒതുക്കി പിടിച്ച് അവരങ്ങനെ പേടിയോടുകൂടി കഴിയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഇനിയെങ്കിലും അധ്യാപകരാണെങ്കിലും, നമ്മുടെ അടുത്ത വീട്ടിലുള്ള അമ്മയെപ്പോലുള്ള മറ്റൊരു സ്ത്രീ ആണെങ്കിൽ പോലും, അധ്യാപകരാണെങ്കിൽ പോലും അത് ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് കുട്ടികൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ സർക്കാർ തലത്തിൽ നിരവധി സംവിധാനങ്ങളുണ്ട്. അത്തരം സംവിധാനങ്ങളിലേക്ക് നീങ്ങുക. ഇപ്പൊ ഒരാളുടെ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടാൻ പാടില്ല, ഒരു വീട്ടിലൊരു ബഹളം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുതയൊന്നും ഇല്ല. നമ്മളെല്ലാവരും സാമൂഹിക ജീവികളാണ്, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അടുത്ത് നടക്കുന്ന ആ ഒരു ബഹളം എന്താണെന്ന് അറിയാനും അത് എന്തെങ്കിലും നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ലെങ്കിലും സർക്കാർ തലത്തില് ഇപ്പൊ പോലീസ് സ്റ്റേഷനോ വാർഡ് മെമ്പറോ കൗൺസിലർമാരോ നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായ നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അവരുടെ അടുത്തെങ്കിലും ഈ കാര്യങ്ങൾ അറിയിച്ച് അതിനൊരു ശാശ്വത പരിഹാരം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മഹാവിപത്ത്, ആപത്ത്, ദാരുണാന്ത്യത്തിലേക്ക് പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അധ്യാപകരുടെ മാത്രമല്ല ഓരോ വ്യക്തികളുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ചെറിയ കുട്ടികളാണ്, അവരവർക്ക് പറയാനുള്ള കാര്യങ്ങള് ആരോടും പറയും. നമ്മളൊന്ന് സ്നേഹപൂർവ്വം ഒന്ന് ചോദിച്ച് ഒരു അരമണിക്കൂർ അവരുടെ കൂടെ ചെലവാക്കുകയാണെങ്കിൽ അവരവരുടെ സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും, പ്രത്യേകിച്ചും അംഗൻവാടി, യു പി തലം വരെയുള്ള അധ്യാപകർക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ. അവരതിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്, ഇറങ്ങിച്ചെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ ഉത്തരവാദിത്വം നമ്മുടെ അധ്യാപകരും നമ്മുടെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. ശ്രീ നസീർ ചാലിയം, ഒറ്റ കാര്യം കൂടി. അതെ, ശ്രീ നസീർ ചാലിയം, ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു തിൻ ലൈനാണ്. എപ്പോഴും നമുക്കറിയാം അച്ഛനും അമ്മയും തമ്മിലുള്ള ഫ്രിക്ഷൻ ഇടയിലാണ് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ഒരു ബാലാവകാശ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇതിനെ ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ആ പേടിയും നമുക്കുണ്ടാവും പലപ്പോഴും. എങ്ങനെയാ ഇതിലിടപെട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടാൽ ഐഡിയലായി, അതായത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു അതിക്രമം ഒരു കുഞ്ഞിനെതിരെ നടക്കുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതും കൂടി പറഞ്ഞ് ഒരു സമൂഹം എന്ന നിലയ്ക്ക് ആ ഒരു ബോധവൽക്കരണം കൂടി, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുന്നു, അത് കുഞ്ഞിനെതിരെയാണ്, അത് ആരുടെ കുഞ്ഞായാലും ശരി, ആ കുഞ്ഞിന് അവകാശങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ സംരക്ഷണം അവരുടെ കൈകളിലാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് സംരക്ഷണം നൽകേണ്ട ആളുകളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയുടെ ഗാർഡിയനായി സ്റ്റേറ്റ് മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി അത് പൂർണ്ണമായി നമ്മുടെ കുട്ടിയല്ല. അത് നമ്മുടെ കുട്ടികളാകുന്നത് അവർക്ക് വേണ്ട കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ മാത്രമാണ്. മറിച്ച് നമ്മുടെ കുട്ടികളായതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനവും ആ കുട്ടിയുടെ മേൽ നടത്തണമെന്നല്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പല സ്ഥലങ്ങളിലും പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചൈൽഡ് ലൈനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംവിധാനം കമ്മീഷനിലേക്ക് പരാതികൾ വരാറുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഒരു കൊഗ്നിസബിൾ കുറ്റകൃത്യം, അതായത് പോലീസിന് കേസെടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഉണ്ടായി കഴിഞ്ഞതായി വിവരം കിട്ടിയാൽ നമ്മൾ ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടത് ആ ജൂറിസ്ഡിക്ഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ, ആ പോലീസ് സ്റ്റേഷൻ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നീട് ആ കുട്ടിക്ക് ഏതെങ്കിലും സപ്പോർട്ടിങ് വേണമെങ്കിൽ, ഇപ്പൊ കുട്ടി ആ വീട്ടിൽ നിന്നാണ് കുട്ടി പീഡനത്തിന് വിധേയമാകുന്നതെങ്കിൽ
ആ കുട്ടിക്ക് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അതിനാണ് നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല നിലയിൽ തന്നെ എന്തെല്ലാം പരാതികളും ഉണ്ടെങ്കിലും നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നിരവധി ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. പിന്നീട് ആ പോലീസ് സ്റ്റേഷൻ ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ജുഡീഷ്യൽ അധികാരങ്ങളുള്ള അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ്. 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. കുട്ടികൾക്ക് ശ്രദ്ധയും പരിരക്ഷയും അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കേണ്ടുന്ന ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത് ആ കുട്ടിയെ വീണ്ടും വീട്ടിലെ സാഹചര്യങ്ങൾക്ക് വിടാവോ അതല്ല ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിർത്തണോ എന്നുള്ളത്. ഇങ്ങനെ കമ്മിറ്റി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിയെ നമുക്ക് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ താമസിപ്പിക്കുകയും ആ കുട്ടിയെ പൂർണ്ണമായും കുട്ടിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് പേരന്റ് ആകണമെന്നില്ല, ഏതെങ്കിലും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ മറ്റ് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ താല്പര്യം അവിടെ സംരക്ഷിക്കപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പിന്നീട് ആ കുട്ടിയെ അങ്ങോട്ട് അയക്കാനുള്ള ഉത്തരവ് നൽകാം. അതല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ തന്നെ കസ്റ്റഡിയിൽ ഈ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആത്യന്തികമായ രക്ഷിതാവ് ഭരണകൂടമാണ്. ആ ഭരണകൂടം ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ് കുട്ടിക്ക് ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ കുട്ടിക്ക് അഭയം നൽകി കുട്ടിയുടെ എല്ലാ അർത്ഥത്തിലുള്ള ഡെവലപ്മെന്റും ആ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ അധികാരികൾ ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ സാമൂഹ്യ വനിതാ ശിശു സംരക്ഷണ സംവിധാനങ്ങൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ, ഏത് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ആണ് അല്ലെങ്കിൽ എന്ത് കെയറിംഗ് ആണ് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് പിന്നീട് സ്റ്റേറ്റിന്റെ കീഴിലുള്ള ഇത്തരം സംവിധാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം കുട്ടികൾക്കെതിരെ നടപടികൾ ഉണ്ടെങ്കിലും ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് അധികാരികളെ, പോലീസ് സ്റ്റേഷൻ അധികാരികളെ നമ്മൾ അറിയിക്കാം. തുടർന്നുള്ള നടപടികളൊക്കെ ആ പോലീസ് മുഖേന തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുട്ടിക്ക് കെയർ കൊടുക്കാൻ ആവശ്യമായ കസ്റ്റഡിക്ക് വേണ്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പാകെ ഹാജരാക്കുന്നു. അതോടൊപ്പം തന്നെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ ആ കുട്ടിയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടിയുടെ സംരക്ഷണത്തിന് വേണ്ടി പാസ്സാക്കുന്ന ഒരുപാട് നിയന്ത്രണങ്ങളും ഉത്തരവുകളും അവർ പാസ്സാക്കും. അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടി ജില്ലയിൽ തന്നെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പൊ പലപ്പം നന്ന ചെറിയ പ്രായത്തിൽ എത്തിപ്പെട്ട കുട്ടികൾ പിന്നീട് ഒരു തരത്തിലും ആ രക്ഷിതാക്കൾക്കൊപ്പം വിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഈ അഡോപ്ഷൻ അല്ലെങ്കിൽ ഫോസ്റ്റർ കെയർ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ മറ്റു കുടുംബങ്ങളിലേക്ക് ആ കുട്ടികളെ അയക്കും. അതിന് ചില നിയമപരമായ ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വരണമെന്നുള്ളതാണ് ആ കുട്ടിയുടെ ഉത്തമ താല്പര്യത്തിന് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പൊ സ്വന്തം വീട്ടിൽ ആ കുട്ടിക്ക് ആ സാഹചര്യം ഇല്ലെങ്കിൽ മറ്റു വീടുകളിലേക്ക്, മറ്റ് വീടുകൾ എന്ന് പറയുമ്പോൾ അത് ബന്ധുക്കളുടെ വീടാകാം, അല്ലെങ്കിൽ കുട്ടിക്ക് നിയമപരമായി സംരക്ഷണം നൽകാൻ കഴിയുന്ന ആളുകൾക്ക് അഡോപ്ഷൻ മുഖേനയോ ഫോസ്റ്റർ കെയർ സ്പോൺസർഷിപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ആ കുട്ടിയെ റിഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് ഒരിക്കലും ഒരു വീട്ടിൽ നിന്നും ആ പ്രയാസം ഉണ്ടായി ഇനിയും പോകേണ്ട വീടല്ലേ കുട്ടി എന്ന് കരുതിക്കൊണ്ട് ആരും നമുക്ക് നിയമ നടപടി സ്വീകരിക്കുന്നതിൽ നാം പിൻവലിയരുത്, അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ വൈമനസ്യം കാണിക്കരുത് എന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അത് വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈനാണ്. എങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന്. ഡോക്ടർ രേണുക, ഇപ്പം ഞാൻ അദ്ദേഹത്തോട് തുടക്കത്തിൽ ചോദിച്ചതുപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ ഒരു വളരെ നല്ല രീതിയിലുള്ള കെട്ടുറപ്പുള്ള ഒരു കുടുംബത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ ചുരുക്കമാണ്. എപ്പോഴും വളരെ ഫ്രജൈലായ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള കുടുംബത്തിലാണ് ഇത്തരം വാർത്തകൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അതിപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന ഓരോ സംഭവങ്ങളിലും രണ്ടാനച്ഛൻ അല്ലെങ്കിൽ രണ്ടാനമ്മ, ഇതൊന്നും നമുക്ക് എത്ര സംഭവങ്ങൾ അറിയാം. ഷഫീഖിൻ്റെ സംഭവമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ലല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലും അച്ഛനും അമ്മയും തമ്മിൽ ചേർച്ചയില്ല. അതായത് ഈ കുടുംബങ്ങളിലെ ശിഥിലമായ കുടുംബങ്ങളിലെ അന്തരീക്ഷം നമ്മുടെ കുഞ്ഞുങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇമോഷണലായും ഫിസിക്കലായും ഒക്കെ അതവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഏരിയകളിലേക്ക് അധ്യാപകർ എന്ന നിലയ്ക്കും സമൂഹം എന്ന നിലയ്ക്കും നമ്മുടെ ഒരു ശ്രദ്ധ കൂടുതൽ പതിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മള് വിചാരിക്കുന്ന പോലെയല്ല പല കുട്ടികളുടെയും വീട്ടിലെ അന്തരീക്ഷങ്ങൾ. ഇപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി നേരം വൈകി വരികയാണ്. ഞാനിപ്പോ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അനുഭവം. അവിടെ ഒരു കുട്ടി നേരം വൈകി വരുമ്പോ ആ കുട്ടി എന്തുകൊണ്ട് നേരം വൈകി വന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? കുട്ടി നേരം വൈകി വരുന്നതിന് പിന്നിലുള്ള കാരണം എന്തെങ്കിലും വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പറയാ ബസ് കിട്ടിയില്ല എന്നുള്ള കാരണമായിരിക്കും.
അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതുള്ള കുട്ടിയാണെങ്കിൽ എണീക്കാൻ വൈകിപ്പോയി. ഈ രണ്ട് കാരണങ്ങളല്ല ചെറിയ കുട്ടി നേരിടുന്ന യഥാർത്ഥ ഗാംഭീര്യമായൊരു പ്രശ്നം കുട്ടി ഒരിക്കലും പറയില്ല. ദിവസം നമ്മൾ കുട്ടികൾ നേരം വൈകി വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ ഡയാലിസിസ് ചെയ്തായിരിക്കും, ആ കുട്ടിയുടെ അച്ഛൻ കീമോ ചെയ്ത് ആയിട്ടായിരിക്കും ആ കുട്ടി രാത്രി മുഴുവൻ ഹോസ്പിറ്റലിൽ നിന്നതിന് ശേഷമായിരിക്കും രാവിലെ വരുന്നുണ്ടാവുക. അപ്പൊ ആ കുട്ടി രാവിലെ കുട്ടി കഴിച്ചു എന്നുള്ളതിന് നമുക്കൊരു ഉറപ്പില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ മറച്ചു വെക്കാൻ വേണ്ടി അവരെ മുടി കളർ ചെയ്യും, അവർക്ക് നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ മറ്റു രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പാന്റ് മുറിക്കും, ഷർട്ട് മുറിച്ചടിക്കും, അല്ലെങ്കിൽ അവർ ടാറ്റു അടിക്കും, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ കുട്ടി ഏതോ തരത്തിലുള്ള എന്തൊക്കെങ്കിലും ചെറിയതോ വലുതോ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ കുട്ടി അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അപ്പോൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ആ കുട്ടിയെ മുടി കളർ ചെയ്തതിനോ മുടി വളർത്തിയതിനോ ടാറ്റു അടിച്ചതിനോ ചീത്ത പറഞ്ഞിട്ടോ ആ കുട്ടിയെ ക്ലാസ്സിന് പുറത്ത് നിർത്തിയിട്ടോ കാര്യമില്ല. നമ്മൾ ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുട്ടി എന്താണ്, ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ കുട്ടിയുടെ വീട്ടിൽ എന്താണ് സാഹചര്യം. ചിലപ്പോൾ അച്ഛൻ ഉണ്ടാവില്ല, ചില സാഹചര്യങ്ങളിൽ തുറന്നു പറയാൻ അച്ഛൻ ആരാണെന്ന് പോലും അറിയാൻ അഡ്രസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളടക്കം ഒരു വല്ലാത്ത ഒരു കുഞ്ഞിന്റെ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഒരു പക്ഷേ കുടുംബത്തിന് പുറത്ത് അതെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകർക്കൊപ്പമാണ്, സ്കൂളിലാണ്. കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്നത് നമ്മുടെ അധ്യാപകർക്കാണ്. അവരിൽ നമ്മൾ പൂർണ്ണമായും നമ്മുടെ ഒരു വിശ്വാസം അർപ്പിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാൻ ഏറ്റവും ആദ്യം കഴിയുന്നത് അവരുടെ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ, അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ അധ്യാപകർക്കാണ്. ഒരു സ്കൂൾ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ അധ്യാപകരിൽ ഈ സമൂഹം മുഴുവൻ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഒപ്പം അങ്ങനെ അധ്യാപകരിൽ പ്രതീക്ഷ അർപ്പിച്ച് സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് മാറി നിൽക്കാനും കഴിയില്ല. നമ്മുടെ ഉത്തരവാദിത്വം, ശ്രീ നസീർ ചാലിയം പറഞ്ഞതുപോലെ, ഒരു പ്രശ്നമുണ്ടായാൽ അത് പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് അഡ്രസ്സ് ചെയ്യാൻ ഓരോ പൗരനും ഉത്തരവാദിത്വമുണ്ട്. കുഞ്ഞുങ്ങൾ രക്ഷിതാക്കളുടേതല്ല, അവർ ഈ സ്റ്റേറ്റിൻ്റേതാണ് എന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മ വേണം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സമൂഹത്തിലെ ഒരു കുഞ്ഞും പീഡനമേൽക്കാതിരിക്കട്ടെ, അവന് നല്ല ബാല്യമുണ്ടാവട്ടെ, കൗമാരമുണ്ടാവട്ടെ. ഒരു ഉത്തരവാദിത്വപ്പെട്ട പൗരനായി വളർത്തിയെടുക്കാൻ സമൂഹം എന്ന നിലയ്ക്ക് നമുക്കുള്ള വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇനി നമുക്കാർക്കും മാറി നിൽക്കാൻ കഴിയില്ല. നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും. നമ്മുടെ കുടുംബങ്ങളിലെല്ലാം അത്ര സ്മൂത്ത് അല്ല, അത്ര സേഫ് അല്ല എന്നൊരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. ആ വിഷയത്തിലേക്കാണ് ഇന്ന് ന്യൂസ് 3 കാര്യമായി തന്നെ ശ്രദ്ധ പതിപ്പിച്ചത്. വളരെ നന്ദി ശ്രീ നസീർ ചാലിയം, ഒപ്പം ഡോക്ടർ രേണുക ജ്യോതി ഇത്ര വിശദമായി കാര്യങ്ങൾ പറഞ്ഞതിന്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ സുരക്ഷിതമായൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് അങ്ങനെ അത്രത്തോളം ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കാം. ന്യൂസ് 3 പൂർണ്ണമാവുന്നു. നമസ്കാരം.